നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ കർക്കിടകം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. കർമ്മഫലദാതാവായ ശനി വക്രഗതിയിലേക്ക് മാറുകയാണ്. ജൂലൈ 27 മുതൽ 138 ദിവസത്തേക്കാണ്, അതായത് ഡിസംബർ 11 വരെയാണ് ശനി വക്രഗതിയിൽ തുടരുന്നത്. ശനിയുടെ ഈ വക്രഗതി എല്ലാവർക്കും ഒരുപോലെയുള്ള ഫലങ്ങളല്ല നൽകുന്നത്. ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ് ലഭിക്കുക. ശനി നിങ്ങളുടെ രാശിയിൽ നിന്ന് നോക്കുമ്പോൾ എവിടെയാണ് വക്രഗതിയിലാകുന്നത് എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏത് ഭാവത്തിലാണ് വക്രഗതിയിലാകുന്നത്, അതിന്റെ ദൃഷ്ടി എവിടെയൊക്കെയാണ് പതിക്കുന്നത്, മറ്റ് ഏത് ഗ്രഹങ്ങളാണ് ഈ വക്രശനിയെ നോക്കുന്നത് എന്നൊക്കെ പരിശോധിക്കണം. വക്രഗതി എന്നത് ഈ വർഷം മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. എല്ലാ വർഷവും ശനി വക്രഗതിയിലാകാറുണ്ട്. അത് 135 മുതൽ 145 ദിവസങ്ങൾ വരെയുള്ള കാലയളവിലേക്കുണ്ടാകും. സാധാരണയായി ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഇത് സംഭവിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈ സമയം എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. കർക്കിടക രാശിയിൽ നിന്ന് 9ാം ഭാവത്തിലാണ് ശനി വക്രനാകുന്നത്. 9ാം ഭാവം ഭാഗ്യത്തിന്റെ ഭാവമാണ്, പിതാവിന്റെ ഭാവമാണ്. ഈ ഭാവത്തെ ധർമ്മസ്ഥാനമായി കൂടി കണക്കാക്കുന്നു. കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനം കൂടിയാണ് 9ാം ഭാവം. ഇവിടെയാണ് ശനി വക്രനാകുന്നത്. എന്താണ് വക്രഗതി എന്ന് നോക്കാം. എല്ലാ ഗ്രഹങ്ങളും ഒരു നിശ്ചിത വേഗതയിലാണ് സൂര്യനെ വലം വെക്കുന്നത്. ഈ ഗ്രഹസഞ്ചാരത്തിൽ ഭൂമിയുടെയും ശനിയുടെയും വേഗത്തിലുള്ള വ്യത്യാസം കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. കർക്കിടക രാശിക്കാരായ നിങ്ങൾ കുറച്ചു കാലമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ശനി വക്രനാകുന്നതോടെ നിങ്ങൾക്ക് അതിനുള്ള നല്ല അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ പിതാവിന്റെ ഉത്തരവാദിത്തങ്ങൾ ഈ സമയം വർദ്ധിച്ചേക്കാം. അദ്ദേഹം ജോലിയിൽ കൂടുതൽ വ്യാപൃതനാവുകയോ അല്ലെങ്കിൽ കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരികയോ ചെയ്തേക്കാം. അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ ബിസിയാകാനോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, പിതാവുമായി യാതൊരുവിധ തർക്കങ്ങളിലും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 9ാം ഭാവം ധർമ്മസ്ഥാനമായതുകൊണ്ട് ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കും. എങ്കിലും കാര്യങ്ങളിൽ ചെറിയ താമസമുണ്ടായേക്കാം. നിങ്ങൾ കുറെ നാളായി ഏതെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങാനോ ഭാഗ്യം തുണയ്ക്കുന്ന എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നടന്നേക്കാം. എന്നാൽ ധൃതിപ്പെട്ട് ചെയ്താൽ അത് നടക്കില്ല. അമിതമായ ആവേശത്തോടെയോ പെട്ടെന്നോ ചെയ്താൽ നടക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായ അച്ചടക്കത്തോടെ ആലോചിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് നടക്കും. ശനിയുടെ വക്രദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 11ാം ഭാവത്തിലും 3ാം ഭാവത്തിലും 6ാം ഭാവത്തിലുമാണ്. 3ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് ഓൺലൈൻ ജോലികൾ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, പബ്ലിക് ഡീലിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർക്കിടക രാശിക്കാർക്ക് മികച്ച സമയമായിരിക്കും. യാത്രകൾ ചെയ്യുന്നവർ, വ്ളോഗിംഗ് ചെയ്യുന്നവർ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ളവർ എന്നിവർക്ക് അനുകൂലമാണ്. നിങ്ങൾ ഇത്തരം ജോലികൾ ആരംഭിക്കാനും സാധ്യതയുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയോ ഓൺലൈൻ ഷോപ്പിംഗ് വഴിയോ ഉള്ള കാര്യങ്ങൾക്ക് ഇത് നല്ല സമയമാണ്. ഓൺലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ വക്രശനിയുടെ കാലയളവിൽ ചില ശത്രുക്കൾ ഉണ്ടായേക്കാം. മുൻപ് നിങ്ങളോട് ഉള്ളിൽ ശത്രുത വെച്ച് പുലർത്തുകയും എന്നാൽ അത് പുറത്തു കാണിക്കാതിരിക്കുകയും ചെയ്തവർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അവർ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കും. കുറെ നാളായി വായ്പ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും വാങ്ങാനായി ലോൺ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ 138 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കത് ലഭിക്കും. 3ാം ഭാവത്തിലെ ശനിയുടെ ദൃഷ്ടി കാരണം നിങ്ങൾ അധിക വരുമാന മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിനായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയോ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ല യോഗമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇവിടെ ശനിയെ മാത്രമല്ല നമ്മൾ നോക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 1ാം ഭാവത്തിലാണുള്ളത്. വ്യാഴം 5ാം ദൃഷ്ടിയോടെ 5ാം ഭാവത്തെ നോക്കുന്നു. അതിനാൽ നിങ്ങൾ പഠനത്തിൽ വളരെ ഗൗരവമുള്ളവരായി മാറുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതായി കാണുന്നു. ഏതെങ്കിലും പുതിയ കോച്ചിങ്ങിൽ ചേരാനോ ക്ലാസുകൾ എടുക്കാനോ സാധ്യതയുണ്ട്. പരീക്ഷകളുള്ളവർക്ക് നല്ല സമയമാണ്.
എങ്കിലും ഒരു കാര്യം പറയാം, പഠനത്തിൽ അല്പം കൂടി ശ്രദ്ധിക്കണം. പഠനകാര്യങ്ങളിൽ ഒരു രീതിയിലും വിട്ടുവീഴ്ചകൾ ഈ സമയം ചെയ്യരുത്. പ്രണയകാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളും പരസ്പര ധാരണക്കുറവും ഉണ്ടായേക്കാം. എങ്കിലും വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലുള്ളതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ സ്വയം മനസ്സിലാക്കി മുന്നോട്ടു പോകൂ. ഏറ്റവും വലിയ മാറ്റമുണ്ടാകുന്നത് നിങ്ങളുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. തടസ്സപ്പെട്ടു കിടന്നിരുന്ന കാര്യങ്ങൾ കുറച്ച് സമയമെടുത്താണെങ്കിലും ഇപ്പോൾ നടന്നു തുടങ്ങും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടായേക്കാം. അതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകണം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ സമയം നല്ല പുരോഗതി കാണുന്നുണ്ട്. കർക്കിടകം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.